കാരത്ത് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ ചിരകാല അഭിലാഷമായ ക്ഷേത്ര നവീകരണവും സീവേലി നടപ്പുരയും പണി അവസാന ഘട്ടത്തിൽ ആണ്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം ഈ വരുന്ന ഏപ്രിൽ 3-ാം തീയതിയും പുനഃപ്രതിഷ്ഠ 3-ാം തീയതിയും സീവേലി നടപ്പുരയുടെ സമർപ്പണം ശിവഗിരി മഠം പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമിയാണ് സീവേലിപ്പുരയുടെ സമർപ്പണം നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വിവിധ പരിപാടികളോടുകൂടി വിഷുപൂരം നമ്മൾ ഏപ്രിൽ 15-ന് ആഘോഷിക്കുകയാണ്. സമിതി അധികാരത്തിൽ കയറിയിട്ട് 2 വർഷം സമ്പൂർണ്ണമാവുകയാണ്. അപ്പൊ അക്കാലത്ത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രധാന ഒരു ഇനമായിരുന്നു ക്ഷേത്ര നവീകരണം, നടപ്പുര നിർമ്മാണം. മറ്റു പല പരിപാടികൾ ഓരോന്നായി പൂർത്തീകരിച്ച കൂട്ടത്തിൽ ഇക്കൊല്ലം വിഷു പൂരത്തിന് മുൻപായിട്ട് ക്ഷേത്ര നവീകരണവും ശിവേലിപ്പുര സമർപ്പണവും നടത്തണമെന്ന് ഞങ്ങളുടെ ഏറെ കാലത്തെ ഒരു മോഹമായിരുന്നു. അത് ഈ വിഷുവിന് മുമ്പായിട്ട് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് ഈ ക്ഷേത്രത്തിന് മുൻപിലുള്ള സ്ഥലം SNGSന്റെ ആയിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം വിഷുവിന് മുൻപാണ് ഈ കാണുന്ന 85 സെന്റ് സ്ഥലം നമ്മൾ കൈവശം വാങ്ങിയത്. രണ്ടാമത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റിലുള്ള പരിപാടിയായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2 പരിപാടികൾ. അതിനുവേണ്ടി സമാജത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ പൂർണ്ണമായും ബഹുജന പങ്കാളിത്തത്തോടു കൂടി ശ്രീനാരായണ ഭക്തരുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിതിന് ധനസമാഹരണം നടത്തിയത്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾ പലതും സ്പോൺസർഷിപ്പ് പരിപാടികൾക്കൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ശിവഗിരി മഠത്തിലെ പൂജനീയ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികൾ, ശിവഗിരി മഠം പ്രസിഡന്റ് അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തുന്നത് ഏപ്രിൽ 11-ാം തീയതിയാണ്. 4 മണിക്ക് ഇവിടെ എത്തുകയും 5 മണിക്കുള്ളിൽ സമർപ്പണം നടത്തുകയും 5 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ കാര്യപരിപാടി അനുസരിച്ചുള്ള സമർപ്പണ സമ്മേളനം നടത്തുന്നത്. ഇതിൽ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ സാംസ്കാരിക നായകന്മാര്, റിട്ടയർഡ് ജഡ്ജ്, പിന്നെ ജനപ്രതിനിധികൾ മുതലായവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇതിന് വിശദമായ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്ത് എല്ലാ അംഗങ്ങൾക്കും എത്തിക്കുന്ന രീതിയിൽ കരപ്രതിനിധികളുടെ കൈവശം കൊടുത്ത് ഇപ്പോൾ അത് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത 11-ാം തീയതി സമർപ്പണത്തിന് ശേഷം നമ്മൾ പൂരവിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. 11 കരകളിൽ നിന്ന് 11 കരിവീരന്മാർ 15-ാം തീയതി വിഷുപൂര ദിവസം 11-ാം തീയതി ശേഷം 11-ാം തീയതി പരിപാടിക്ക് ശേഷം പൂരവിശേഷങ്ങളിലേക്ക് കടക്കുകയാണെന്നല്ലോ അങ്ങനെ പറഞ്ഞു. 15-ാം തീയതിയിൽ നിന്ന് തലയെടുപ്പുള്ള ഗജവീരന്മാർ ഇവിടെ എഴുന്നള്ളിപ്പിന് വരുന്നുണ്ട്. കേരളത്ത് സുന്ദരന്മാരാണ് ഇപ്രാവശ്യത്തെ മേളപ്രമാണി. 101 വാദ്യ കലാകാരന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കും. മറ്റൊരു സവിശേഷത പറയാനുള്ളത്, ശിവേലി നടപ്പുര പണിതതിനു ശേഷം വളരെ ആകർഷകമായ രീതിയിൽ നമുക്ക് ശിവേലി നടത്തണമെന്നൊരു ആഗ്രഹം നമ്മൾ കരക്കാരന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് അതിന് വേണ്ടിയുള്ള ആനകളെ അവർ തരും. പക്ഷെ മുൻപൊക്കെ ചെറിയ തോതിലുള്ള ഒരു ശിവേലി നടന്നു. ഇപ്രാവശ്യം 50 മേളക്കാരുടെ കൂടിയിട്ടുള്ള അതിഗംഭീരമായ മേളത്തോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം ശിവേലി നടത്തുന്നത്. അത് ഇപ്രാവശ്യത്തിന് പ്രത്യേകതയാണ്. പിന്നെ 11 ആനകളുടെ പേര് വേണമെങ്കിൽ വെളിപ്പെടുത്തും. 11
അത് മൂന്നാം തീയതി രാവിലെ 11 മണി മുതൽ ശിവഗിരി മഠം ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമികൾ പൂജാതി കർമ്മങ്ങളോടുകൂടി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്തുന്നതാണ്. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 9-ാം തീയതി നടപ്പുരയുടെ ശിവേലിപ്പുരയുടെ സമർപ്പണത്തിന് ശേഷം 7 മണിക്ക് ഏപ്രിൽ 11-ാം തീയതി ഈ സമർപ്പണത്തിന് ശേഷം ധരിപ്പിക്കുന്ന ഭജൻ ഉണ്ടായിരിക്കുന്നതാണ്. ഈ എല്ലാ പരിപാടികളിലും സഹൃദരായ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം സാദരം ക്ഷണിച്ചു. 1920 ഈ പ്രതിഷ്ഠാപനത്തിന് കഴിഞ്ഞ ഇത് നമ്മൾ പുനർനിർമ്മിച്ചില്ലേ? അപ്പൊ അവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ദിവ്യാനന്ദഗിരി സ്വാമികള് ഇൻവിറ്റേഷൻ നടത്തുക. ജാതിഭേദമില്ല, മതദ്വേഷമില്ല, വർണ്ണവിവേചനമൊന്നുമില്ല.